ബേസിലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ യുവ സൂപ്പർ സ്റ്റാർ ആണ്. ധ്യാനിനെ കുറിച്ച് പറയുമ്പോൾ യുവ സൂപ്പർ സ്റ്റാർ അല്ല, സീനിയർ സൂപ്പർ സ്റ്റാർ അല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഒരു പേരൊന്നും വരാറില്ല. ഇതെന്ത് നീ എന്നെ അപമാനിക്കുക? സൂപ്പർ സ്റ്റാർ ആരെങ്കിലും അവനെ വിളിച്ചോ? ഇപ്പൊ പറയുന്നുണ്ട്. പിന്നെ യൂത്ത് ഇത് എല്ലാം ഇഷ്ടമല്ലേ. ധ്യാനം അറിയാഞ്ഞിട്ടാണ് നമ്മളെ ഇടയ്ക്ക്. അവൻ എന്റെ എത്ര പടമില്ലല്ലോ എന്നിട്ട് അത് പ്രസക്തമാണെന്നാണ് എന്റെ ചോദ്യം. യുവ സൂപ്പർ സ്റ്റാറിന് എന്റെ എത്ര പടമില്ലാത്ത എന്താ? വീക്കെൻഡിന്റെ മിന്നൽ മുരളിന്റെ പടം കഴിഞ്ഞിട്ട് അവനെ വീക്കെൻഡ് അവനെ വെച്ചല്ലേ പടം ചെയ്യണ്ടേ? അതെ അല്ലേ, എന്നെ വെച്ചല്ലേ പടം ചെയ്യണ്ടേ? പക്ഷെ അല്ല വിഷയം. പിന്നെ വിനീത് ശ്രീനിവാസന്റെ മറ്റേ വർഷം കേസിൽ അവനെ നായകനാക്കണം, എന്നെ നായകനാക്കിയതിന് അവനൊരു ചെറിയ വേഷം. അവൻ എന്റെ സൈഡിൽ അസിസ്റ്റന്റ്. ആക്ടറിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഞാനും പ്രശാന്ത് ഉണ്ടാക്കും. നമ്മളൊക്കെ ആക്ടേഴ്സ് ആണ്. സ്റ്റാർസും ആക്ടേഴ്സും തമ്മിൽ വ്യത്യാസം. പറഞ്ഞുതരാം. ആക്ടേഴ്സ് മെറിറ്റിന്റെ ബേസിലാണ് നിൽക്കുന്നത്, മനസ്സിലായി? നമ്മളൊക്കെ മെറിറ്റിലാ. പെർഫോമൻസ് മെറിറ്റിൽ വഴിവിട്ട് വഴിവെട്ടി വന്നതാണ്. അല്ലാണ്ട് സ്റ്റാർസിന് ഇപ്പൊ ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവന് റേഞ്ച് ഇല്ല. ബേസിലിന് അവന് ഒരേ സാധനം തന്നെയല്ല എല്ലാ പടത്തിലും ചെയ്യുന്നത്. അത് ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള മറുപടി അവൻ പറയുമായിരിക്കും. പക്ഷെ നേരിട്ട് ആ വർഷങ്ങളിൽ ഞാൻ ചെയ്ത വേഷം ബേസിൽ ചെയ്യുവാണെങ്കിൽ ആ പടം ഫസ്റ്റ് ദിവസം ചിലപ്പോൾ ഹോൾഡ് ഓവർ ആയിപ്പോയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ എന്തുകൊണ്ട് ആ പടത്തിൽ നായകനായില്ല? കാരണം എന്നാ പിന്നെ നീ പറയണം അവൻ യുവ സൂപ്പർ സ്റ്റാർ ആയ എന്നെ എന്തിനാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടോ? ഒരിക്കലും അല്ല. അത് ഞാൻ വിശ്വസിക്കില്ല. എന്നോട് അത്ര സ്നേഹം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വീക്കെൻഡ് സോഫിയ ചേച്ചി എന്തുകൊണ്ട് ബേസിൽ വെക്കണില്ല? യു സൂപ്പർ സ്റ്റാർ ഇവിടെ പെർഫോമേഴ്സിനും ആക്ടേഴ്സിനുമാണ് അങ്ങനെ വന്ന ആൾക്കാരൊക്കെയാണ് നമ്മളൊക്കെ. ഞാൻ എന്റെ ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെ ബേസിലിനെ പറയുന്നുണ്ട്. അങ്ങനെ ധ്യാനിനെ കുറിച്ച് പറയുവാണെങ്കിൽ പറയാൻ പറ്റിയ ഒരു ടൈറ്റിൽ എന്തായിരിക്കും? ഇന്റർവ്യൂ സ്റ്റാറിന് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ആൾക്കാര്. സഹായിക്കണം. നീ മുമ്പ് രാവിലെ പറഞ്ഞിരുന്നത് ഫ്രൈഡേ സ്റ്റാർ എല്ലാ ഫ്രൈഡേയിലും പടം നീ തന്നെ ഓർഡർ ഉണ്ടാണോ? പുതിയതുണ്ടാക്കണോ? അതെനിക്ക് മുന്നേ ഉണ്ട്, കുറച്ചു കാലമായിട്ട്. എന്തെങ്കിലും അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ എല്ലാ സ്റ്റാർ പറ്റില്ലല്ലോ. ഫ്യൂച്ചർ സിനിമകളുടെ അഡ്വാൻസുകൾ മേടിച്ച് അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ. അത് രണ്ട് രീതിയിലും എടുക്കാം. എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. നാട്ടുകാരുടെ മുമ്പിൽ അഡ്വാൻസ് സൂപ്പർ സ്റ്റാർ. ഇനി രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇനി വരാനുള്ള സൂപ്പർ സ്റ്റാർ പിന്നെ അഡ്വാൻസ് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന സൂപ്പർ സ്റ്റാർ. കഴിഞ്ഞ വർഷം ആദ്യം കണ്ട് ഞാൻ വിളിച്ച് ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ഇല്ലടി 35 സിനിമ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലായി. അത് കണ്ടാ മതി. ഫോൺ വിളിച്ചാലും സമയമില്ല. എന്റെ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് ഞാൻ പറന്നുകൊണ്ടിരിക്കാതാണ്. അപ്പൊ അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ